എല്ലാവർക്കും നമസ്കാരം. മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അപ്സര ഭാനുമതി. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്ന 1857 ശിപായി ലഹളയ്ക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വേരറുക്കാൻ ശ്രമിച്ച ഒരു ദക്ഷിണേന്ത്യൻ വിപ്ലവത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1772 തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന കൊച്ചു നാട്ടുരാജ്യം ആർക്കോട്ട് നവാബായിരുന്ന സദാത്തുള്ള ഖാനുമായി കൈകോർത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പീരങ്കികൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. കപ്പം ഇരട്ടിയാക്കാനുള്ള നവാബിന്റെ ആവശ്യം ശിവഗംഗയുടെ രാജാവ് മുത്തുവടുകനാഥ തേവർ തള്ളിക്കളഞ്ഞതാണ് യുദ്ധത്തിന് കാരണം. കാളയാർ ക്ഷേത്രത്തിന്റെ മണ്ണിൽ ചോരപ്പുഴ ഒഴുകി. യുദ്ധമുഖത്ത് രാജാവിന്റെ വിശ്വസ്തരും കഴിവുറ്റ സൈന്യാധിപരുമായ 2 സഹോദരങ്ങൾ ബ്രിട്ടീഷ് പടയുടെ ഉറക്കം കെടുത്തി. പെരിയമരുതും ചിന്നമരുതും. വളരെ അപകടകാരിയായ വളറി എന്ന ആയുധം പ്രയോഗിക്കുന്നതിൽ അവർ അതിസമർത്ഥരായിരുന്നു. എറിഞ്ഞാൽ ശത്രുവിന്റെ കഴുത്തറുത്ത് തിരിച്ചെത്തുന്ന ഇന്ത്യൻ ബൂമറാങ്. വാളെറിയലിൽ നിന്നാണ് വളറി എന്ന പ്രയോഗം വരുന്നത്. ബ്രിട്ടീഷുകാർ ഭയന്ന് അവരുടെ കീഴടക്കപ്പെട്ട പ്രദേശങ്ങളിൽ വളരെ ഉപയോഗം നിരോധിച്ചിരുന്നു. എന്നാൽ കമ്പനിപ്പടയുടെ പീരങ്കികൾ ശിവഗംഗ കോട്ടയുടെ ശക്തമായ കരിങ്കൽ ഭിത്തികളിൽ വിള്ളൽ വീഴ്ത്താൻ തുടങ്ങിയതോടെ കമ്പനിപ്പടയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ രാജാവ് മരുതു സഹോദരന്മാരെ യുദ്ധമുഖത്തു നിന്നും വിളിപ്പിച്ചു. നിങ്ങളുടൻ റാണി വേലുനാച്ചിയാരെയും മകൾ വെള്ളച്ചിയെയും കൂട്ടി ഈ കോട്ട വിട്ട് രക്ഷപ്പെടണം. രാജാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി ബ്രിട്ടീഷ് സൈന്യം ശിവഗംഗ കൈയടക്കി. രാജാവിന്റെ മൃതദേഹം കണ്ട് തളരാതെ ദുഃഖം മനസ്സിലൊതുക്കി മരുതു സഹോദരന്മാരുടെ സംരക്ഷണയിൽ റാണി വേലുനാച്ചിയാർ പലായനം ചെയ്തു. വേലുനാച്ചിയാർ കേവലം രാജ്ഞി മാത്രമായിരുന്നില്ല, അവർ രാമനാഥപുരത്തെ ഏക അവകാശിയായിരുന്ന രാജകുമാരിയായിരുന്നു. 16-ാം വയസ്സിൽ ശിവഗംഗയിലെ രാജാവിനെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവർ പണ്ഡിതയായിരുന്നു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ അവർ പ്രാവീണ്യം നേടിയിരുന്നു. മറ്റൊരു പുരുഷാവകാശി ഇല്ലാതിരുന്നതിനാൽ അവർ ഒരു രാജകുമാരനെ പോലെ വളർന്നു. കളരിപ്പയറ്റ്, വടിയുദ്ധം, കുതിരയോട്ടം, അമ്പെയ്ത്ത് തുടങ്ങി എല്ലാ ആയോധന കലകളിലും യുദ്ധതന്ത്രങ്ങളിലും അവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു. ഭർത്താവിന്റെ മരണശേഷം മരുതു സഹോദരന്മാരുടെയും വിശ്വസ്ത കൂട്ടുകാരിയായ കുയിലിയുടെയും സഹായത്തോടെ അവർ ഗോപാൽ നായിക്കിന്റെ അധീനതയിലുള്ള ഡിണ്ടിഗലിനടുത്തുള്ള വിരൂപാച്ചിയിൽ മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലിയുടെ സംരക്ഷണയിൽ 8 വർഷം ഒളിവിൽ കഴിഞ്ഞു. ആ 8 വർഷം കാത്തിരിപ്പിന്റെ കാലമായിരുന്നില്ല, പകരം പ്രതികാരത്തിനായുള്ള സൈന്യത്തെ വാർത്തെടുക്കുന്നതിന്റെ കാലമായിരുന്നു. ഈ കാലയളവിൽ അവർ ഗോപാൽ നായിക്കുമായും ഹൈദർ അലിയുമായും സഖ്യമുണ്ടാക്കി. വേലുനാച്ചിയാരുടെ വിജയഗാഥയിലെ ഏറ്റവും തിളക്കമുള്ളതും എന്നാൽ ഏറ്റവും ദുഃഖകരവുമായ ഏടാണ് കുയിലിയുടെ ത്യാഗം. ശിവഗംഗയ്ക്കടുത്തുള്ള കുടഞ്ചാവടിയിൽ ജനിച്ച കുയിലി താഴ്ന്ന ജാതിയിൽ നിന്നുള്ളവളായിരുന്നു. അവളുടെ അമ്മ രാക്കു കൃഷി നശിപ്പിക്കാനെത്തിയ ഒരു കാട്ടുപോത്തിനോട് മല്ലിട്ട് മരിച്ച ധീര വനിതയായിരുന്നു. അമ്മയെപ്പോലെ ധൈര്യശാലിയാകണമെന്ന ആഗ്രഹത്തോടെ വളർന്ന കുയിലി റാണിയുടെ കൊട്ടാരത്തിൽ ചാരനായ ജോലി ലഭിച്ച അച്ഛൻ പെരിയ മുതുവനോടൊപ്പം കൊട്ടാരത്തിലെത്തി. പതിയെ അവൾ റാണിയുടെ വിശ്വസ്ത കൂട്ടുകാരിയായി മാറി. ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഒളിപ്പോരാളിയുടെ വെട്ട് സ്വയം ഏറ്റുവാങ്ങി അവൾ രാജ്ഞിയെ രക്ഷിച്ചു. ഇതിൽ സന്തുഷ്ടയായ രാജ്ഞി തന്റെ ഉദയാൾ പട എന്ന സ്ത്രീ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപതിയായി കുയിലിയെ നിയമിച്ചു. ഉദയാൾ പട എന്ന പേര് തന്റെ പെൺ പോരാളികളുടെ സൈന്യത്തിന് വേലുനാച്ചിയാർ ഇടാൻ ഒരു കാരണമുണ്ട്. പണ്ട് പലായനം ചെയ്ത സമയത്ത് വേലുനാച്ചിയാർ എവിടെയാണെന്ന് പറയാൻ കൂട്ടാക്കാതെ ഇരുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ ക്രൂരമായി പീഡിപ്പിച്ചു കൊല ചെയ്ത വേലുനാച്ചിയാരുടെ വളർത്തുമകളായിരുന്നു ഉദയാൾ. 1780 ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ശിവഗംഗ കോട്ട ആക്രമിച്ചു കീഴടക്കാൻ വേലുനാച്ചിയാർ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സൈന്യം സജ്ജമായി. ഹൈദർ അലി 5000 പടയാളികളെ വിട്ടുകൊടുത്തു. കൂടെ കഴിഞ്ഞ 8 വർഷമായി മരുതു സഹോദരന്മാർ വാർത്തെടുത്ത വളറി പ്രയോഗത്തിൽ അതിസമർത്ഥരായ വേലുനാച്ചിയാരുടെ പോരാളികളും കുയിലിയുടെ ഉദയാൾ പടയും. ശിവഗംഗ കോട്ടയിലെ ആയുധപ്പുര കോട്ടയ്ക്കുള്ളിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് അകത്തായിരുന്നു. അത് തകർക്കാതെ കോട്ട കീഴടക്കുക എന്നത് അസാധ്യവുമായിരുന്നു. അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനവുമില്ല. എന്നാൽ വർഷത്തിലൊരിക്കൽ
വിജയദശമി ദിവസം സ്ത്രീകളെ മാത്രം ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കായി കടത്തിവിടും. അങ്ങനെ വേലുനാച്ചിയാരുടെ പെൺ പോരാളികളുടെ സൈന്യമായ ഉദയാൾപടയുടെ സൈന്യാധിപതിയായ കുയിലി അസാധ്യമായ ആ ദൗത്യം ഏറ്റെടുത്തു. 1780 ആ വിജയദശമി ദിവസം കുയിലിയും ഉദയാൾ പടയാളികളും പൂജാദ്രവ്യങ്ങളിലും പൂക്കളിലും ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങളുമായി രാജരാജേശ്വരി കോവിലിനുള്ളിലേക്ക് കയറി. പിന്നെ നടന്നത് ചരിത്രം. പൂജയ്ക്കായി കൊണ്ടുവന്ന എണ്ണയും നെയ്യും ദേഹത്തൊഴിച്ച് അതിൽ നനഞ്ഞു കുളിച്ചവൾ ആയുധപ്പുരയുടെ അടുത്തേക്ക് നടന്നു. വിളക്കിൽ നിന്ന് ഒരു തിരിയെടുത്തവൾ തന്റെ സാരിത്തുമ്പിന് തീ കൊളുത്തി. പിന്നെ ആയുധപ്പുരയുടെ വാതിൽ തകർത്തുള്ളിലേക്ക്. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഭീകരമായ ശബ്ദത്തോടെ ആയുധപ്പുര പൊട്ടിത്തെറിച്ചു. ബ്രിട്ടീഷ് ശക്തിയുടെ നെടുന്തൂൺ തകർന്നു. കുയിലിയുടെ ഈ ആത്മത്യാഗം വേലുനാച്ചിയാർക്ക് വിജയം എളുപ്പമാക്കി. തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേണൽ ജോസഫ് സ്മിത്തിനെ റാണി വകവരുത്തി. രാജ്യം തിരിച്ചുപിടിച്ച വേലുനാച്ചിയാർ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനായി പോരാടി ജീവിതകാലം മുഴുവൻ സ്വതന്ത്രയായി ഭരിച്ച ആദ്യത്തെ രാജ്ഞിയായി മാറി. മന്ത്രിസഭയുടെ ചുമതല ചിന്നമരുതും സൈന്യത്തിന്റെ ചുമതല പെരിയമരുതും ഏറ്റെടുത്തു. ഏകദേശം 20 വർഷത്തോളം ശിവഗംഗയിൽ നല്ലൊരു സ്വതന്ത്ര ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ ചാവേറായ കുയിലിയുടെ കഥ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്താതെ പോയി. ശിവഗംഗയുടെ നാടോടിപ്പാട്ടുകളിലൂടെയും വായ്മൊഴികളിലൂടെയും അവളുടെ വീരചരിതം ഇന്നും നിലനിൽക്കുന്നു. നീണ്ടകാലത്തെ ഒളിവു ജീവിതവും വനവാസവും കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച റാണി വേലുനാച്ചിയാർ ഭരണം മകൾ വെള്ളച്ചിയെയും മരുതു സഹോദരന്മാരെയും ഏൽപ്പിച്ചു. ഇതിനിടയിൽ പാഞ്ചാലക്കുറിശ്ശിയിൽ ബ്രിട്ടീഷുകാരെ വെറുപ്പിച്ച വീരപാണ്ഡ്യ കട്ടബൊമ്മൻ 1-ാം പാളയങ്കാർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മരുതു സഹോദരന്മാരുടെ നേതൃത്വത്തിൽ 2-ാം പാളയങ്കാർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1-ാം പാളയങ്കാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ച് തടങ്കിലാക്കിയ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സഹോദരങ്ങളായ ഊമത്തുരയും സേവത്തയെയും 1801 പാളയംകോട്ട ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് മരുത് സഹോദരന്മാരോടൊപ്പം ചേർന്നു. ബ്രിട്ടീഷുകാർ ഈ ധീരന്മാരെ കൈമാറാൻ മരുതുപാണ്ഡ്യരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ അത് നിരസിച്ചു. 1801 മെയ് മാസത്തിൽ ഇംഗ്ലീഷുകാർ തഞ്ചാവൂരിലും തിരുച്ചിറപ്പള്ളിയിലും വിമതരെ ആക്രമിച്ചു. ബ്രിട്ടീഷ് ആക്രമണത്തിന് മറുപടിയായി മരുത് സഹോദരന്മാർ ചരിത്രപ്രസിദ്ധമായ 1801 തിരുച്ചിറപ്പള്ളി വിളംബരം പുറത്തിറക്കി. പ്രദേശം, ജാതി, മതം, വിശ്വാസം എന്നിവയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിക്കാൻ ഇന്ത്യൻ ജനതയോടുള്ള ആദ്യകാല ആഹ്വാനം. ഈ വിളംബരം തിരുച്ചിറപ്പള്ളി കോട്ടയിലെ നവാബിന്റെ കൊട്ടാരത്തിന്റെ ചുമരുകളിലും ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ചുവരുകളിലും മുട്ടിച്ചു. ഇതോടെ കേണൽ ആഗ്ന്യൂ, കേണൽ ഇന്നേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ശിവഗംഗയിലേക്ക് മാർച്ച് ചെയ്തു. ബംഗാൾ, ശ്രീലങ്ക, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ സൈന്യത്തെ എത്തിച്ചു. കൂടാതെ പുതുക്കോട്ട, എട്ടയപുരം, തഞ്ചാവൂർ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചത് വിപ്ലവകാരികൾക്ക് തിരിച്ചടിയായി. ശിവഗംഗൻ സൈന്യത്തോടൊപ്പം സാധാരണ ജനങ്ങളും പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു മഹായുദ്ധം. വളറിപ്രയോഗത്തിൽ മിടുക്കരായ ഒളിപ്പോരാടികൾ ചിന്നമരുതിന്റെ നേതൃത്വത്തിൽ കാളയാർകോവിലിന് ചുറ്റുമുള്ള വനപ്രദേശത്ത് വെച്ച് കമ്പനി സൈന്യത്തെ നേരിട്ടു. പെരിയമരുതിന്റെയും ഊമത്തുരയുടെയും നേതൃത്വത്തിലുള്ള സൈന്യം കോട്ടയ്ക്ക് പുറത്തുവെച്ചും ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ടു. 1ഉം 2ഉമല്ല 31 ദിവസം നീണ്ടുനിന്ന യുദ്ധം. എന്നാൽ ബ്രിട്ടീഷ് കമ്പനിയുടെ അത്യധികമായ സൈനിക ശേഷിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പരാജയമണത്ത അവർ വീണ്ടും ആ പഴയ തുരകത്തിലൂടെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെ അല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് വലിയ തുക ഇനാം പ്രഖ്യാപിച്ചിരുന്നു. കാലിന് മുറിവേറ്റ ഊമത്തുരയും ചുമന്ന് കാട്ടിലൂടെ നടന്നു നീങ്ങിയ അവരെ ആരോ ഒറ്റിക്കൊടുത്തു. കലാപം പരാജയപ്പെടുകയും 1801 ശിവഗംഗ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്തു. വീരന്മാരായ മരുത് സഹോദരന്മാരെ 1801 ഒക്ടോബർ 24 രാമനാഥപുരത്തിനടുത്തുള്ള തിരുപ്പത്തൂർ കോട്ടയിൽ വെച്ച് തൂക്കിലേറ്റി. ഊമത്തുരയെയും സേവത്തയെയും 1801 നവംബർ 16 പാഞ്ചാലംകുറിച്ചിയിൽ വെച്ച് ശിരച്ഛേദം ചെയ്തു. ശിവഗംഗ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഇല്ലാതാക്കി. 73 വിമതരെ മലേഷ്യയിലേക്ക് നാടുകടത്തി. ബ്രിട്ടീഷുകാർ
തമിഴകത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയും പാളയങ്കാർ വ്യവസ്ഥ അവസാനിപ്പിക്കുകയും ചെയ്തു. വീരമങ്കെ വേലുനാച്ചാരുടെയും വീരദളപതി കുയിലിയുടെയും വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെയും മരുതു സഹോദരന്മാരുടെയും ഊമത്തുറയുടെയും വീരസാഹസിക കഥകൾ തമിഴ്നാടിന്റെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ അർഹമായ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്താതെ പോയ ഒരു പോരാട്ടം. നന്ദി, നമസ്കാരം.